വീണ്ടും ഹെസ്ബുള്ള തലവനെ വധിച്ച് ഇസ്രായേൽ സേന. ഹെസ്ബുള്ളയുടെ എലൈറ്റ് റിദ്വാൻ ഫോഴ്സ് കമാൻഡർ ഖാസിം അൽ ഷേറിനെയാണ് ഇസ്രായേൽ സേന ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത്. ഇസ്രായേൽ ബോർഡറിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ബെക്കാവാലി എന്ന പ്രദേശത്ത് വെച്ചാണ് ഇസ്രായേൽ സേന ഡ്രോൺ ആക്രമണം നടത്തിയത്. IDF പറയുന്നത് മുഹമ്മദ് ഖാസിം അൽ ഷേർ ഇസ്രായേലിനുള്ളിൽ നടന്ന പല ആക്രമണത്തിന്റെ സൂത്രധാരൻ ആയിരുന്നു എന്നാണ്. ഷേറിന്റെ മരണത്തിലൂടെ സൗത്തേൺ ലബനാനിൽ നിന്ന് തങ്ങളെ ആക്രമിക്കാനുള്ള ഹെസ്ബുള്ളയുടെ ശേഷി കുറയ്ക്കാനാകുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ മാസം തങ്ങളുടെ കമാൻഡർ ഫുആദ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിനെതിരെ 300ഓളം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. ടൈംസ് ഓഫ് ഇസ്രായേലാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഹെസ്ബുള്ളയും വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വധത്തോടുകൂടി ഹെസ്ബുള്ള ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കാം. അതേസമയം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ സൗത്തേൺ ലബനോനിനുള്ളിൽ കടന്ന് ഹെസ്ബുള്ളയുടെ 30 റോക്കറ്റ് ലോഞ്ചറുകളും മറ്റു മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകളും തകർത്തു. പ്രത്യാക്രമണമായി ഹെസ്ബുള്ള 1 മണിക്കൂറിൽ 60 റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി IDF റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ ഒരു സൈനികന് പരിക്കേറ്റതായി ഇസ്രായേൽ സേന പറഞ്ഞു. ആന്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് സൈനികന് പരിക്കേറ്റത്. കിബുത്സ് ഡാൻ എന്ന പട്ടാളക്കാരനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം ഗലീലിയിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായും ഇസ്രായേൽ സേന പറഞ്ഞു. റോക്കറ്റുകൾ തുറസായ സ്ഥലത്ത് പതിച്ചെന്നും IDF റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ 7-ന് ശേഷം നടന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 614 പേർ ലബനോനിൽ കൊല്ലപ്പെട്ടു. ഇതിൽ 138 പേർ സാധാരണക്കാരാണ്. 24ഓളം ഇസ്രായേലി സൈനികരും 26 സാധാരണക്കാരും ഇസ്രായേൽ സൈഡിലും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ഗാസ യുദ്ധം നിർത്തുന്നതുവരെ നയതന്ത്ര പരിഹാരത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് ഹെസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നഈം ഖാസിം പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാതെ വടക്കൻ ഇസ്രായേൽ ജനവാസയോഗ്യമാകില്ലെന്നും നഈം കൂട്ടിച്ചേർത്തു. ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇസ്രായേൽ സേന വടക്കൻ ഇസ്രായേൽ ബോർഡറിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നാണെന്ന് ഇസ്രായേലി ഒഫീഷ്യൽസ് റിപ്പോർട്ട് ചെയ്തു. ഒരു തുറന്ന യുദ്ധത്തിന് തങ്ങൾക്ക് ആഗ്രഹമില്ലെന്നും എന്നാൽ ഹെസ്ബുള്ള എന്തിനും തയ്യാറായി ഇരിക്കുകയാണെന്നും പറഞ്ഞു. ഇന്നലെ ഗാസയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ 2 ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെടുകയും 7ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ സേനയുടെ UH-60 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ശത്രുക്കളുടെ ആക്രമണത്തിലല്ല ഹെലികോപ്റ്റർ തകർന്നത് എന്ന് IDF റിപ്പോർട്ട് ചെയ്തു.